the strip. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എപ്പോഴൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഡിന്നറിന് എന്താ കഴിക്കുക എന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് ശരിക്കും ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി കറി എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കറിയുടെ കാര്യം ഓർമ്മ വന്നത്. സിമ്പിൾ ഒരു പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇത് ചെറുപ്പത്തിൽ ഞാൻ ഡാർജിലിംഗ് അവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടാക്കി തന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ ശരിക്കും സെൻ സബ്ജി എന്നാണ് പറയുക. സബ്ജി എന്ന് പറഞ്ഞ കറി, പക്ഷേ സെൻ സബ്ജി എന്ന് പറയാൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ മുന്നേ ഉണ്ടായിരുന്ന ഞങ്ങൾ താമസിച്ചിരുന്ന അവിടെ മുന്നേ ഉണ്ടായിരുന്ന ആൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു കറിയാണ്. സോ ആ കറിക്ക് അങ്ങനെ ഒരു പേര് വന്നു, സെൻ സബ്ജി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കറി ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. സോ ഞാൻ ഓവർ സംസാരിച്ചിതാക്കുന്നില്ല. എന്തായാലും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇൻഗ്രീഡിയൻസ് പറയുന്നത് മെയിൻ നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഇങ്ങനെ നീളത്തിൽ അരിയണം കേട്ടോ. നീളത്തിലും ഓവർ ഇത് കനം കുറയ്ക്കാതെ നീളത്തിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ, ഈ റെഗുലറായിട്ടുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, നീളം അരിയണം. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞത്. പിന്നെ എനിക്കൊരു വലിയ തക്കാളിയുടെ ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഞാൻ ഒരെണ്ണം വലുതിൻ്റെ പാതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മസാലകൾ എന്ന് പറയാൻ മെയിനായിട്ട് നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയല്ല, മറ്റേ റിഫൈൻ ഓയിൽ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് അതിലിട്ട് വേണം ഉണ്ടാക്കാൻ. പെട്ടെന്നാവും, കാണിച്ചു തരാം. നമ്മളപ്പോൾ നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കുക്കറിലിട്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയതാണ്, വൃത്തിയാക്കി അരിഞ്ഞാണ്. അതിന് ശേഷം നമ്മുടെ ഉള്ളി, നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ചതക്ക ഉണ്ടാട്ടോ, ചെറുതായി ഇങ്ങനെ അരിഞ്ഞാൽ മതി. അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് ആൻഡ് ഗ്ലാസ് ഉണ്ട് തക്കാളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കേട്ടോ, ഓവർ വേണ്ട, കുറച്ചിടുക. പിന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലോണം എരിവ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ മുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എരിവും കൂടെ നിങ്ങൾ കണക്കിൽ ഇങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂണൊന്നുമില്ല, ഈ ഒരു ചെറിയ ഇതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു പാതി ഞാൻ കണ്ടു, ഒരു ഇച്ചിരി കൂടി അത്രേ എടുക്കുന്നുള്ളൂ. കാരണം എൻ്റെ പച്ചമുളക് ഇച്ചിരി നല്ല എരിവുള്ളതാണ് കാരണം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല അത്രേ ഉള്ളൂ കേട്ടോ, വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം. ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആസ് പെർ യുവർ ടേസ്റ്റ്. റിഫൈൻ ഓയിൽ, ഇനി നമുക്ക് റിഫൈൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം കഴിയാനായി. റിഫൈൻ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, 1.5 സ്പൂൺ വെച്ച് കൊടുക്കുക. 1.25 സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ യെസ്, അപ്പോൾ എല്ലാം നമ്മുടെ മസാല സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് നമ്മൾ കൈയൊക്കെ നന്നായി കഴുകിയിട്ട് കൈ കൊണ്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അവിടെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല. കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായി അതിന് മിക്സ് ചെയ്തെടുക്കണം. സോ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വരാം കേട്ടോ. കഴുകി ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി അതിൻ്റെ പച്ചമുളകിൻ്റെ എരിവ് എല്ലാം കൂടെ അതിലേക്ക് ഇങ്ങനെ മസാല ഇങ്ങനെ പിടിക്കണം. സോ അതെ, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം
തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു 2 വിസിൽ, മാക്സിമം 2 വിസിൽ മതി. 1 വിസിലും ആവാറുണ്ട്. 2 വിസിൽ എടുത്ത ശേഷം നമുക്ക് കാണാം കേട്ടോ. സോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 വിസിൽ മതി കേട്ടോ. ഇതുപോലെ ഇരിക്കും കറി കാണാൻ. മെയിനായിട്ട് എൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം, ഇത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഓക്കെ, ഏകദേശം 1 വിസിൽ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. സിമ്പിളല്ലേ? അപ്പോൾ അത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റും, ചോറിൻ്റെ ഒപ്പവും കഴിക്കാം. എനിക്ക് ചോറിൻ്റെ ഒപ്പമാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഓക്കെ, എസ്പെഷ്യലി അതിൻ്റെ ആ ഒരു കറി, മീൻസ് ആ ഒരു വെള്ളം, അത് നല്ല ടേസ്റ്റാണ്. നല്ല എരിവും നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പിസി റെസിപ്പി. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. എന്നാലും എൻ്റെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ